നിങ്ങളിപ്പോ ഈ കാണുന്ന ചിത്രം ഏകദേശം 1300ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഏൻഷ്യന്റ് ആർട്ടിസ്റ്റിക് വർക്കായിട്ട് തോന്നുമെങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവത്തിൽ ഇത്തരത്തിലുള്ള ഇമേജ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ശരിക്കും വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി. അതായത് ഈ പിക്ചറിൽ കാണുന്ന വ്യക്തി എന്തിലോ ഇരുന്നിട്ട് എന്തോ കൺട്രോൾ ചെയ്യുന്ന പോലത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ മുഖത്തോടെ എന്തോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, കൈകൾ എവിടെയോ പിടിച്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ കാലുകൾ കൊണ്ട് എന്തോ കൺട്രോൾ ചെയ്യുന്ന പോലത്തെ ഒരു തരത്തിലുള്ള ഒരു ഇമേജ് ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയോ? അതായത് ഇത് ഇന്നലെ കണ്ടുപിടിച്ച സംഭവങ്ങളല്ല, ഏകദേശം 1300ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ഇതൊട്ടും തന്നെ നാച്ചുറൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇമേജ് ഡിസ്ക്രിപ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇത് ശരിക്കും ഒരാളുടെ ഭാവനയിൽ ഉദിച്ചൊരു സംഭവം ഇങ്ങനെ കൊത്തിവെച്ചതാണോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീയിങ്സ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നതിന്റെ ഒരു സൂചനയാണോ, അതായത് ഒരു സോളിഡ് എവിഡൻസ് ആണോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്? അതുമാത്രമല്ല, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഏകദേശം ഒരു 100-120 വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, പക്ഷേ ഏകദേശം 1200ഓളം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിൽക്കി വേയുടെ സെന്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ആണെന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. നമ്മുടെ ലോകത്ത് ഒരുപാട് സിവിലൈസേഷൻസ് കണ്ടുവരുന്നുണ്ട്. അതിലത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ സിവിലൈസേഷൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സിവിലൈസേഷനെ പറ്റിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഏകദേശം 1200-1300 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിലെ ചിച്ചൻ ഇറ്റ്സ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു വളരെ വലിയൊരു സിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ആ സിറ്റിയുടെ ഒരു ലെഫ്റ്റ് ഓവേഴ്സ്, അതായത് സിറ്റിയുടെ ഒരുപാട് അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനിൽ എന്തൊക്കെ സംഭവിച്ചു, അവർ ആരെയാണ് ആരാധിച്ചിരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു റിട്ടൺ റെക്കോർഡുകളോ അവിടുത്തെ എന്തെങ്കിലും മാനുസ്ക്രിപ്റ്റ്സോ കാര്യങ്ങളൊക്കെ വേണം. അതിൽ നിന്നാണ് നമുക്ക് ആ സിറ്റിനെ പറ്റിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സിറ്റിയിലുള്ള ഒരുപാട് മാനുസ്ക്രിപ്റ്റും ഒരുപാട് ചുമരചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഇതിൽ നിന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ കേടുന്നത് ശരിക്കും ഞെട്ടും. ആകാശത്ത് നിന്ന് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നതായിട്ടാണ് ഇതിലൊക്കെ പറയുന്നത്. അതും ഈ വിസിറ്റേഴ്സിനെ ഇവര് വിളിക്കുന്നത് ദൈവം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആകാശത്ത് നിന്ന് ദൈവങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്നത് ഈ ഒരു സിറ്റിയിലത്തെ സെൻട്രൽ കണ്ടുവരുന്ന ഒരു പിരമിഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടിപ്പിക്കൽ പിരമിഡ് പോലെയല്ല, ഇതൊരു തരത്തിലുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ പോലത്തെ ഒരു പിരമിഡാണ്. ഈ പിരമിഡിന്റെ നടുക്കൂടെ ഒരു പാത്ത് വേ, അതായത് ഒരു സ്റ്റെയർ കേസ് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. സംഭവം എന്താ വെച്ചാൽ, വർഷത്തിൽ 2 ദിവസം ഈ പിരമിഡിന്റെ സൈഡിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റെപ്പ് പോലത്തെ ഒരു പിരമിഡാണ്. ഇതിന്റെ ഷാഡോ ഒരു ട്രയാങ്കിൾ ഫോർമേഷനിൽ ഈ സ്റ്റെയർ കേസിന്റെ സൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ട്രയാങ്കിൾ പോലത്തെ ഒരു സംഭവം, അതായത് ഷാഡോ ഈ സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ശരിക്കും ഒരു ഫോർമേഷൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു കൂട്ടം സയന്റിസ്റ്റുമാർ എന്താ വിശ്വസിക്കുന്നതെന്ന് അറിയാം, അതായത് പണ്ട് ഇവരെ ആരാധിച്ചിരുന്ന ഈ ആകാശത്ത് നിന്ന് വന്ന ദൈവം ഇവരുടെ ഭൂമിയിലേക്ക് വന്നിരുന്നു എന്നും അവര് നമ്മൾ ഭൂമിയിൽ നിന്ന് ഡിസപ്പിയർ ആയി പോയതായിട്ടും ഒരു സിംബലൈസ് ചെയ്യുന്നതായിട്ടാണ് ഇവർ ശരിക്കും പറയുന്നത്. അതായത് ട്രയാങ്കിൾ പോലത്തെ ഷാഡോ ഈ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടാണ് നമുക്ക് ഇതിന്ന് കാണാൻ പറ്റുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ ദൈവങ്ങൾ ഇങ്ങനെ മുകളിൽ ആകാശത്ത് നിന്ന് വന്ന് ഇറങ്ങുകയും അവർ താഴത്തേക്ക് വന്നിറങ്ങി അത് ഡിസപ്പിയർ ആയി പോകുന്നതായിട്ടായിരിക്കും ഇവർ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ പിരമിഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീകോഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ എന്തോ ഒരു സംഭവം ഒരു ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തൊരു സംഭവം ഈ പിരമിഡിൽ ഇങ്ങനെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അവർ. അതായത് ഒരു മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സംഭവം അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഇവരുടെ ഒരു ആർക്കിടെക്ചർ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പണിയാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി, ആസ്ട്രോണോമി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള ലോകത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ അത്യാവശ്യത്തിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നാണ് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ നോളജ് ഒക്കെ എവിടെ നിന്ന് കിട്ടി, ഈ അറിവൊക്കെ ഇവർക്ക് ആര് പകർന്നു തന്നു? ഇവർ തനിയെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഉണ്ടായതാണോ, അതായത് നാച്ചുറലി ഇവർക്ക് കിട്ടിയ സംഭവങ്ങളാണോ, അതോ വേറെ ആരെങ്കിലും ഈ സംഭവങ്ങൾ ഈ അറിവൊക്കെ ഇവർക്ക് പകർന്നതാണോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പിരമിഡിനോട് അടുത്ത് തന്നെ വേറൊരു പിരമിഡിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തനുള്ള ഒരു പിരമിഡ് അല്ലെങ്കിലും ഈ പിരമിഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ,
ഇതിന്റെ അകത്താണ് അവരുടെ ദൈവങ്ങൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നത്, അതായത് മിത്തുകൾ എങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു പിക്ചർ, അതായത് ഒരു സംഭവത്തിന്റെ ഒരു ലിഡില് കൊത്തി വെച്ചിരിക്കുന്ന ഹൈലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചോറിക്കൽ സംഭവമാണ് ഞാൻ ശരിക്കും ഈ വീഡിയോയുടെ തുടക്കം കാണിച്ചു തന്നത്. അതായത് ഒരാള് എന്തൊരു സംഭവം കൺട്രോൾ ചെയ്യുന്നത്, അതായത് എന്തൊരു തരത്തിലുള്ള ഒരു മെഷീന്റെ അകത്ത് ഇരുന്നിട്ട് എന്തോ റോക്കറ്റോ എന്തൊരു സംഭവം കൺട്രോൾ ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഇവർക്ക് ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടാൽ മാത്രമല്ല ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ കൊത്തിയെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്ന അങ്ങനെയായിരിക്കും, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോ ഇവരെന്തെങ്കിലും കണ്ടിട്ടായിരിക്കോ, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന സോക്കോൾഡ് ദൈവം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ ആ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കോ ഇവർ ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ സംശയങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞത്. ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ 1950 നമ്മൾ ഡിസ്കവർ ചെയ്തത്. അതായത് ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു പിരമിഡിന്റെ അകത്തൊരു ടൂംബ് തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകത്താണ് ഇത്തരത്തിലുള്ള ഒരു ഷോക്കിങ്ങും വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ളത്, വളരെ അൺകോമൺ ആയിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരാളുടെ മനസ്സിൽ എന്തായിരിക്കും പോയേക്കണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൾ പോട്ടെ, ഇപ്പൊ നമ്മൾ നോക്കിയാലും ചേട്ടാ ഇത് എങ്ങനെയായിരിക്കും ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവര് എന്ത് കണ്ടിട്ടായിരിക്കും, എന്ത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം കൊത്തിയെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു സ്റ്റിൽ റിമെയിൻസ് ഇൻ മിസ്റ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പിക്ചർ നിങ്ങൾ വെർട്ടിക്കലി ആണ് കാണുന്നത്, പക്ഷെ ഞാൻ ഇതൊന്ന് കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരാളെ റോക്കറ്റിന്റെ അകത്ത് ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന പോലെ ശരിക്കും നമുക്ക് തോന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സമ്മതിക്കേണ്ടി വന്നു, ഇവിടെ എന്തോ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സിറ്റിയിൽ വെച്ചിട്ടായിരിക്കാം എക്സ്ട്രാ ടെറസ്ട്രിയൽസ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നതും മനുഷ്യന്റെ ഇന്ററാക്ട് ചെയ്തതായിട്ടൊന്നും പറയുന്നുണ്ട്. വേറൊരു കോമഡി എന്താ പറയുക, ഇതേപോലത്തെ സംഭവങ്ങൾ തന്നെ, അതായത് ഇതേപോലെ തന്നെ ആകാശത്ത് നിന്നും വരുന്ന ഒരുപാട് സംഭവങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പെയിന്റിങ്സിൽ കണ്ടിട്ടുണ്ട്. ഒട്ടുമിക്ക ഏൻഷ്യന്റ് ആയിട്ടുള്ള പെയിന്റിങ്സിൽ ഏൻഷ്യന്റ് ആയിട്ടുള്ള കൊത്തുപണികൾ, അത് ഈജിപ്റ്റ് ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഏൻഷ്യന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് വരുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ട് എങ്ങനെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് ആരായിരിക്കും? ഇവരുടെ ഒരു ഇമാജിനേഷൻ ആണോ, അത് ഈ പറഞ്ഞ പോലെ അവർ കണ്ടൊരു സംഭവം അവരുടെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത സംഭവമായിരിക്കും? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഹോൾസിനെയൊക്കെ പറ്റിയിട്ട് ഇവർക്ക് ഐഡിയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും ഇവർ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ട്രിഗ്നോമെട്രി അറിയാം. ആ കാലത്തിട്ടോ ഇവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല പ്രിസൈസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ അറിയാം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല ഇവർക്ക് ആസ്ട്രോണോമി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അതായത് ഇവര് ആ കാലത്ത് കലണ്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിച്ചിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കലണ്ടറൊക്കെ നമ്മൾ വളരെ ലീഷറായിട്ട് എടുക്കുമെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്റ്റാറുകളും പ്ലാനറ്റ്സും ഒക്കെ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരു കലണ്ടർ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ഇവർ ശരിക്കും വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഈ വരുന്ന സ്റ്റാറിന്റെ ഫോർമേഷൻ, സ്റ്റാറിന്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി സംഭവിക്കുന്നു എന്നാണ് ശരിക്കും ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു തരത്തിലുള്ള കലണ്ടർ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടാണ് അത് ഇവർ ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോ ആകാശത്ത് നോക്കുകയാണെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ക്ലസ്റ്റർ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റാർ സിസ്റ്റം എല്ലാ 72 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് ഇവർ ഒബ്സർവ് ചെയ്തു. അതായത് ഇപ്പൊ ജാനുവരി 1-ാം തീയതിയാണ് ഞാൻ ഈ സംഭവത്തിന് ഒരു പൊസിഷനിൽ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. അടുത്ത 72 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജാനുവരി 1-ാം തീയതി ആയിരിക്കില്ല അത് കാണുന്നത്. നേരെ മറിച്ച് ഒരു ദിവസം ബാക്കിലേക്ക് പോയിട്ട്, അതായത് ഡിസംബർ 31-ാം തീയതി ആയിരിക്കും ഞാൻ ശരിക്കും കാണുന്നത്. അതുപോലെ തന്നെ ഒരു 72 വർഷം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഡിസംബർ 31-ാം തീയതി ആയിരിക്കും ഞാൻ കാണുന്നത്. ഓക്കെ, ഒരു ദിവസം പുറകോട്ട് പോയില്ല, ഡിസംബർ 31-ാം തീയതി ആയിരിക്കും കാണുന്നത്. അപ്പോ എനിക്ക് തിരിച്ച് ഈ സ്റ്റാർ ഫോർമേഷനെ അതേ പൊസിഷനിൽ ജാനുവരി 1-ാം തീയതി കാണണമെങ്കിൽ അത് എക്സാക്ട്ലി 26,000 വർഷങ്ങൾ കഴിഞ്ഞാലാണ് എനിക്ക് ആ സംഭവത്തിൽ കാണാൻ പറ്റുള്ളൂ. ഇതേ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5125 വർഷങ്ങൾക്ക് ശേഷം, അതായത് പ്രസന്റ് ഡേ ഡിസംബർ 12-ാം തീയതി 2012
ഒരു ഡേറ്റ് അവർ നോക്കി വെച്ചു. അതായത് ഇവരുടെ പാറ്റേൺ ഉപയോഗിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ഡേറ്റ് ഇവർക്ക് കിട്ടി. പക്ഷെ ഈ ഡേറ്റിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് വളരെ 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 റെയർ ആയിട്ടുള്ള ഒരു ആസ്ട്രോണോമിക്കൽ ഫിനോമിന സംഭവിച്ച ഒരു ഡേറ്റ് ആയിരുന്നു. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ നടുക്ക് ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിന്റെ പേരാണ് സെജിറ്റേറിയസ് എ സ്റ്റാർ. ഓക്കെ, അപ്പോ ഈ ബ്ലാക്ക് ഹോൾ നമ്മുടെ സൂര്യനും നമ്മുടെ ഭൂമിയും കൂടി ഒരു കറക്റ്റ് അലൈൻമെന്റിൽ നിൽക്കുന്ന ഒരു ഡേറ്റ് ആണ് ഈ പറയുന്ന ഡിസംബർ 12, 2012 എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഇവർക്ക് ഈ സംഭവം, ഈ ഒരു ഡേറ്റ്, ഈ ഒരു എക്സാക്ട് ഡേറ്റ് ഇത്രയും പ്രിസിഷനോടെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി? അപ്പോ അത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിരിക്കുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏൻഷ്യന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് പുരാതനമായിട്ട് ഈ തരത്തിലുള്ള ഒരുപാട് ദൈവങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു വരുന്നുണ്ട്. വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ശരിക്കും ഇന്ന് ഇന്റർ കണക്ട് ചെയ്ത് നോക്കിയാണ്. അതായത് നമ്മുടെ ഈ വിശ്വാസത്തിന്റെയൊക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ പൂർവികർ കണ്ട ഒരു ആകാശത്ത് നടക്കുന്ന ഒരു ഫിനോമിനൻ ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡൗട്ട് തന്നെയാണ്. അതായത് പണ്ടത്തെ ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ നടക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ വിചാരിക്കാം. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബീങ്സ് വന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ. അപ്പോ അവര് ശരിക്കും നമ്മൾ കാണുന്ന സംഭവത്തിനെയാണ് നമ്മൾ ശരിക്കും ഇതാക്കുന്നത്. നമ്മളിങ്ങനെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് നമ്മൾ ചിലപ്പോൾ അവരെ ആരാധിക്കുകയും ചെയ്യും. അതായത് ഒരു ഹയർ പവർ, അതായത് നമ്മളിൽ ശക്തരായിട്ടുള്ള ഒരു സംഭവം നമ്മളെ ഗവേൺ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും കഴിവുള്ള ഒരു ഹയർ പവർ ശരിക്കും ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും വളരെ വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ കൊണ്ടായിരിക്കാം. അതിനെയായിരിക്കും ചിലപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ദൈവം എന്ന് വിളിക്കുന്നത്. ചിലപ്പോ അതിനെയായിരിക്കാം നമ്മളെല്ലാവരും ഇങ്ങനെ ആരാധിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഒരുപാട് ആരാധനാലയങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം. ഇതിപ്പോ മയൻ സിവിലൈസേഷന്റെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെസപ്പൊട്ടേമിയ സിവിലൈസേഷനെ പറ്റിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ ഇന്ത്യയിലത്തെ നമ്മുടെ പുഷ്പക വിമാനത്തിനെ പറ്റിയിട്ട് ഞാനൊരു ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോ ഇതിന്റെ അകത്തൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ആകാശത്ത് നിന്ന് വരുന്ന ഒരു സംഭവം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ റൂമിൽ ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കാം. ഒരു 100 അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന സാധാരണ ആൾക്കാരുണ്ട്, ചെറിയ ചെറിയ ബിസിനസിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ വിചാരിക്കാം. പെട്ടെന്ന് ആ ഗ്രൂപ്പിലേക്ക് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു മൾട്ടി ബില്യനെയറോ ഒരു നമ്മുടെ യൂസഫ് അലി വന്നു വിചാരിക്കാം. നമ്മളെല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യും, നമ്മളെല്ലാവരും അദ്ദേഹത്തെ നോക്കും, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കും. അതായത് സമൂഹത്തിൽ നിലയും വിലയും അല്ലെങ്കിൽ ഒരു പവറുള്ള ആൾക്ക് എപ്പോഴും ഒരു പടി ഉയരെയായിരിക്കും നമ്മളെല്ലാവരും വച്ചിരിക്കുന്നത്, അല്ലേ? അതിപ്പോ ഞാനിപ്പോ യൂസഫ് അലിന്ന് എടുത്തു പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കരുതിയാൽ, അതായത് സിനിമാ നടന്മാരാവാം, മമ്മൂട്ടിയാവാം, മോഹൻലാൽ, ആര് വേണമെങ്കിലും ആവാം. അപ്പോ അതുപോലെ തന്നെ അതേ ഇപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു തിങ്കിങ് ഉണ്ട്. അപ്പൊ പണ്ടത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കും. ആകാശത്ത് നിന്ന് ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് ഇവർ കാണുകയും അപ്പൊ അവര് ശരിക്കും വിചാരിക്കുന്നത് എന്താ, അവരുടെ ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ, അവർക്ക് ടെക്നോളജി എന്താണെന്ന് അറിയില്ല, അവരുടെ ഈ സംഭവം കാര്യങ്ങളൊക്കെ ഇവർ കാണുമ്പോൾ ഇവർ ശരിക്കും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവര് ശരിക്കും നമ്മളിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇവർക്ക് ശരിക്കും നമ്മളെ ഗവേൺ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും എന്നുള്ള ഒരു ബിലീവ് ഇവർക്ക് ശരിക്കും ഉണ്ടാവും, നാച്ചുറലി ഇവർക്ക് ഉണ്ടാവും. കാരണം അവർക്കൊന്നും കഴിയാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അതിപ്പോ ഞാൻ തന്നെ പറയുന്നില്ല, ഞാൻ 1-2 പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ അകത്ത് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ് പറയുന്ന പോലെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവരുടെ സഹായം നമ്മൾ ഹ്യൂമാനിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം വരെ എനിക്ക് ശരിക്കും ഇതിലുണ്ട്. അതായത് ഇവരുടെ ആർക്കിടെക്ചറും ഇവരുടെ ഈ പറഞ്ഞ ട്രിഗ്നോമെട്രിയും ഈ പറഞ്ഞ ഈ കലണ്ടറിന്റെ പരിപാടിയൊക്കെ ഇല്ലേ, അതുമാത്രമല്ല അങ്ങനെ നമ്മൾ ആർക്കിയോളജി മാത്രം നോക്കിക്കഴിഞ്ഞാൽ, അതായത് പണ്ടത്തെ പുരാതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റാൻഡം ആയിട്ടുള്ള ക്ലൂസ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമുക്കിതൊന്നും ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഇത് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൂ ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ലോകത്ത് ഒട്ടുമിക്കടുത്ത് കണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പിരമിഡാണ്. അത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ എല്ലാത്തിലും പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അതായത് ഹെവൻസിന്ന്, ആകാശത്ത് നിന്ന് ആൾക്കാർ വരുന്നു
ഇറങ്ങി വരുന്നു. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അറ്റ് എ ടൈം ചിരിയും വരുന്നുണ്ട്, എന്നാൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ശരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല, കാരണം ഞാനൊരു സ്ഥലത്തിലേക്ക് ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ മയൻ സിവിലൈസേഷൻ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറിനും ഈ തരത്തിലുള്ള ട്രിഗ്നോമെട്രിയും ഈ തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കലണ്ടർ സിസ്റ്റം ഒക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയാം. അത് ഊഹാപോഹങ്ങളല്ല, ഇവരുടെ ആ ഒരു സ്ക്രിപ്റ്റിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ദൈവങ്ങൾ തന്നതായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ആണെന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആകാശത്ത് നിന്ന് സംഭവങ്ങൾ വരുന്നതിന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ആകാശത്ത് നിന്ന് വരുന്ന സംഭവത്തെ ഇവർ ദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കൊഴിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവയില് പരിവായെങ്കിലും ശരിക്കും ഇതിലൊക്കെ എന്തോ ഒരു അർത്ഥം ഉണ്ടെന്നാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ പുറകെ തന്നെയാണ്, അതായത് ഇതിന്റെ ഒരു സീക്രട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കൺമുന്നിലുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ മുതലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ധൈര്യം കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പറയാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി ഉണ്ടാവുന്നതായിരിക്കും. ഇത് എൻ്റെ ഒരു സംഭവങ്ങളായിരിക്കും, എൻ്റെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നതും. അതുമാത്രമല്ല, ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് പുരാതനമായിട്ടുള്ള അമ്പലങ്ങളിലും ഒരുപാട് സ്ട്രക്ചേഴ്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് അവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.